നിങ്ങളെ സ്വയം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വിലയിരുത്തി മാർക്കിടാൻ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കും? 100-ൽ 100 മാർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ലവ് എന്ന് പറയുന്ന മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകത്തിന് കുറവുണ്ട് എന്ന് മനസ്സിലാക്കണം. സെൽഫ് ലവ് അതായത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ഇഷ്ടത്തിൽ നിന്നാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനുകൾ നടക്കാൻ തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങും. പക്ഷെ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല സെൽഫ് ലവ് പ്രാവർത്തികമാക്കാൻ. നിങ്ങൾ ചെയ്തു പോയ കാര്യങ്ങൾ, നിങ്ങളുടെ സ്വഭാവത്തിലെ പ്രത്യേകതകൾ, ഇതിനെയൊക്കെ നിങ്ങൾ പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട് സ്വയം. ഈ സെൽഫ് ക്രിറ്റിസിസം പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതാണ് സെൽഫ് ലവിൻ്റെ ആദ്യപടി. എവിടെ നിന്നാണോ നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രെയിനിങ് ആയിട്ടുള്ള എനർജി ഡ്രെയിനിങ് ആയിട്ടുള്ള സിറ്റുവേഷനുകൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്, അവിടെ നിന്ന് നിങ്ങൾ നിങ്ങളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തേത്, നെഗറ്റിവിറ്റികൾ നിങ്ങളായിട്ട് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. മറ്റുള്ളവരെ കുറിച്ച് ദുഷിപ്പ് പറയുക, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ പറയുക, നെഗറ്റീവായിട്ടുള്ള വേർഡ്സ്, വാക്കുകൾ പറയുക. ഉദാഹരണത്തിന്, ഞാൻ ഭയങ്കര അൺലക്കിയാണ്, എനിക്കൊരു കഴിവുകളുമില്ല, എനിക്കിത് സാധിക്കില്ല, ഇങ്ങനെ തുടങ്ങിയ നെഗറ്റീവ് വേർഡ്സ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ സ്ഥിരമായി പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മൈൻഡ് അത് വിശ്വസിക്കും. അതിനെ സാധൂകരിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് കിടക്കും. സെൽഫ് ലവിനുള്ള മറ്റൊരു വഴിയാണ് സെൽഫ് അവെയർനെസ്. നിങ്ങൾ നിങ്ങളെ തന്നെ അറിയുക. ഇതിനായി ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഓരോ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുക. നിങ്ങൾക്ക് എവിടെയാണോ എത്തിച്ചേരേണ്ടത്, നിങ്ങൾക്ക് ഏത് ആഗ്രഹത്തിലേക്കാണോ, ഏത് നിലയിലേക്കാണോ ഉയരേണ്ടത്, അതൊക്കെ എഴുതി സൂക്ഷിക്കുക എന്നുള്ളതാണ് മറ്റൊരു മാർഗം. ഇങ്ങനെ അങ്ങേയറ്റം സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നതിന് ശേഷം മാത്രമേ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനുകൾ ആ രീതിയിൽ നടക്കാൻ തുടങ്ങുകയുള്ളൂ. കാരണം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും ആ രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങളുടെ ബ്രെയിനിന് സാധിക്കില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ പരീക്ഷയിൽ ഞാൻ തോറ്റുപോകും, എനിക്ക് ഇത് ജയിക്കാനുള്ള കഴിവില്ല, ഞാനൊരു മണ്ടനാണ് എന്നൊക്കെ സ്വയം പലവട്ടം പറഞ്ഞ് മനസ്സിനെ ശീലിപ്പിച്ചിട്ടുള്ള നിങ്ങൾക്ക് അത്രയും സെൽഫ് ലവ് ആ കാര്യത്തിൽ കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മൈൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ പരീക്ഷയിൽ തോൽപ്പിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തി തരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരിക്കലും പരീക്ഷ ജയിക്കണം എന്ന മാനിഫെസ്റ്റേഷൻ സാധിക്കാത്ത ആളായി മാറും. അളവിൽ കവിഞ്ഞ സെൽഫ് ലവിനെ സൈക്കോളജിയിൽ നാർസിസിസം എന്നാണ് പറയാറുള്ളത്. നാർസിസിസം സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള പ്രവർത്തനമാണ്. സെൽഫ് ലവിനെയും നാർസിസിസത്തെയും പരസ്പരം കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. നാർസിസിസം കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്താരീതിയാണ്. അവരെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതും മറ്റുള്ള എല്ലാവരെയും അവഗണിച്ചുകൊണ്ട് ഒരു സൊസൈറ്റിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള മാനസികാവസ്ഥയാണ് നാർസിസിസം എന്ന് പറയുന്നത്. അതൊരിക്കലും ഒരു നല്ല സ്വഭാവ ഗുണമല്ല. പക്ഷേ സെൽഫ് ലവ് എന്ന് പറയുന്നത് നിങ്ങളോടുള്ള ഏറ്റവും വലിയ ഇഷ്ടം, ബഹുമാനം, റെസ്പെക്റ്റ്, അതാണ് സെൽഫ് ലവ്.